എന്താ പ്രശ്നം? ഒരു കല്യാണാലോചന. ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പ്രശ്നമായോ? അതല്ല, ജോത്സ്യനെ ഒരു കല്യാണാലോചന ഇട്ട് വന്നതാ, അച്ഛൻ പറഞ്ഞിട്ട്. ആ, ഏത് മാട്രിമോണിന്നാ? ബ്രോക്കറാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ദാ. അയ്യോ, എന്നാ ഞാൻ നല്ലൊരു ജോത്സ്യനെ കണ്ടിട്ട് പൊരുത്തം നോക്കിയിട്ട് അറിയിക്കാം. മനസ്സിലായില്ല. അതിപ്പോ എത്ര വലിയ പണിക്കാരനായാലും സ്വന്തം വീട് പണിയാൻ വേറെ പണിക്കാരനെ ഏൽപ്പിക്കലോ, അതുപോലെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ജോത്സ്യനായ ഒരാളാണ് ഞാൻ. എന്തായിരുന്നു സമ്മർദ്ദം? എവാണതേ അക്കരയിലു എവാ? അരി അരി. ഓ, അരി പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. പേര് ശ്രീലക്ഷ്മി. കൊള്ളാം. പേരിലെ ലക്ഷ്മി വീട്ടിലുണ്ടോ? വീട്ടിൽ ലക്ഷ്മി സരസ്വതിയൊക്കെ ഉണ്ട്. ജോത്സ്യൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒരു 25 വയസ്സ് വരെ 5-6 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. 28 2 ഞാൻ വെട്ടി. ക്രിഞ്ച് ക്രിഞ്ച്. 30 ബാക്കിയും വെട്ടി. ഇനി വെട്ടാൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അത് കല്യാണം കഴിഞ്ഞാൽ അവർ വെട്ടിക്കോളും. എന്താ? എല്ലാവരും നോക്കിക്കോളുന്ന്. ആ, പൊരുത്തം നോക്കി അറിയിക്കേ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് നല്ലൊരു തുക ദക്ഷിണ വെക്കുക. ആ. ഓ, ക്ഷമിക്കണം. സാധാരണ എല്ലാവരുടെ അടുത്തും ഇങ്ങോട്ട് ദക്ഷിണ വാങ്ങിയിട്ടാണല്ലോ നമുക്ക് ശീലം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കവടി നിരത്തി ഞാൻ നിങ്ങളുടെ സമയം പറഞ്ഞു തരട്ടെ? എൻ്റെ കയ്യിലേ വാച്ചും ഫോണൊക്കെ ഉണ്ട്. സമയം ഞാൻ സ്വയം നോക്കിക്കോളാം. ആയിക്കോട്ടെ. എടാ, ഞാനൊരു ജാതകം അയക്കാം. അതിന് ചേർന്നൊരു ജാതകം ഉണ്ടാക്കി തരണം. 10 പൊരുത്തൊന്നും വേണ്ട, 8 കിട്ടിയാൽ മതി. ഓക്കെ, ശരി. ലക്ഷ്മിക്കുട്ടി, നിന്നെ ഞാൻ വീടില്ലേ കുട്ടി?